സുഗമമായി ഒഴുകുന്ന ജീവിതയാത്രയിൽ ചില രോഗാവസ്ഥകൾ മൂലം ഒരു വ്യക്തി ആശയവിനിമയം പോലും നടത്താൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിച്ചേർന്നേക്കാം. ഇത്തരുണത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അറിയിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ടായാൽ ഏത് തരത്തിലുള്ള മെഡിക്കൽ പരിചരണമാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെയുള്ള അവസ്ഥയിൽ വ്യക്തമായ തീരുമാനങ്ങൾ പോലും എടുക്കാൻ ചിലപ്പോൾ സാധിക്കില്ലാത്തതിനാൽ ആ സമയത്ത് എന്തു ചെയ്യണം എന്നതിനെപ്പറ്റി ആരോഗ്യ പരിപാലകർക്കും കുടുംബാംഗങ്ങൾക്കും വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ മുൻകൂട്ടി നൽകുന്ന പ്രക്രിയയാണ് ആരോഗ്യ പരിചരണ ആസൂത്രണം അഥവാ അഡ്വാൻസ് കെയർ പ്ലാനിംഗ്. ഒരുപക്ഷെ നിങ്ങളുടെ ആരോഗ്യ പരിചരണ തിരഞ്ഞെടുപ്പുകൾക്കായി ശബ്ദമുയർത്താൻ കഴിയാതെ വരുമ്പോൾ പോലും നിങ്ങളുടെ മുൻഗണനകൾക്ക് മേൽ നിങ്ങൾക്ക് നിയന്ത്രണമുള്ള ഒരു ഭാവി. പരിചരണ ആസൂത്രണത്തിന്റെ ഉദ്ദേശം ഇതാണ്. ഇത് വളരെ സങ്കീർണമെന്ന് തോന്നുമെങ്കിലും ലളിതവും മനസ്സിലാക്കാൻ എളുപ്പവും ഘട്ടങ്ങളായി വിഭജിക്കാൻ കഴിയുന്നതുമായ ഒരു പ്രക്രിയയാണ്. ഈ പ്രക്രിയയുടെ ആദ്യപടി നിങ്ങളുടെ ആരോഗ്യ പരിപാലനത്തെ പറ്റിയുള്ള ചിന്തകളും ആഗ്രഹങ്ങളും ജീവിത മൂല്യങ്ങളും തിരിച്ചറിയുക എന്നതാണ്. ഗുരുതര രോഗബാധിതനെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ വൈദ്യസഹായം എന്തൊക്കെയാണ്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനം എന്താണ്? ഈ ചോദ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ സമയമെടുക്കേണ്ടത് വളരെ പ്രധാനമാണ്. നന്നായി ആലോചിച്ച് സ്വന്തമായി തീരുമാനമെടുത്ത ശേഷം അത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ചർച്ച ചെയ്യണം. നിങ്ങൾ നല്ല ആരോഗ്യമുള്ളപ്പോഴും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമ്പോഴും ഈ ചർച്ചകൾ നടത്തണമെന്നത് അത്യന്താപേക്ഷിതമാണ്. ചർച്ച ചെയ്തത് കൊണ്ട് മാത്രമായില്ല, ചർച്ച ചെയ്തെടുത്ത തീരുമാനങ്ങൾ രേഖയാക്കുകയും ചെയ്യണം എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ചെയ്താൽ അതിന് നിയമപരമായ പ്രാധാന്യവും ഉള്ളതാകുന്നു. എഴുതി രേഖയാക്കി വെച്ചുവെങ്കിലും അത് കാലാകാലങ്ങളിൽ മാറ്റങ്ങൾക്ക് വിധേയമാക്കാവുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ആശയങ്ങളും മെഡിക്കൽ രംഗത്തുള്ള പുതിയ മാറ്റങ്ങളും കാലക്രമേണ മാറിയേക്കാം. അതിനാൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ നിലവിലെ മുൻഗണനകളെ പ്രതിഫലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ്. ആയതിനാൽ ഈ രേഖ പുനഃപരിശോധിക്കുകയും വേണമെന്ന് തോന്നിയാൽ പുതുക്കുകയും ചെയ്യാം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിർവചിക്കുക, വിചിന്തനം ചെയ്യുക, പ്രിയപ്പെട്ടവരുമായി ചർച്ച ചെയ്യുക, പുനഃപരിശോധിക്കുക, രേഖപ്പെടുത്തുക. ഇതാണ് മുൻകൂർ ആരോഗ്യ പരിപാലന ആസൂത്രണ പ്രക്രിയ. ചുരുക്കത്തിൽ പരിചരണ ആസൂത്രണം എന്നത് നിങ്ങളുടെ മൂല്യങ്ങളെയും മെഡിക്കൽ പരിചരണ മുൻഗണനകളെയും പ്രതിഫലിക്കുന്ന ഒരു പ്രക്രിയയാണ്. നിങ്ങൾക്ക് അവ സ്വയം പ്രകടിപ്പിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങൾ അറിയുകയും ബഹുമാനിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. ഇത് നിങ്ങളുടെ ഭാവിയിലെ വൈദ്യപരിചരണത്തിൽ ഇന്ന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ്. ആയതിനാൽ ആദ്യപടി സ്വീകരിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങളെ തിരിച്ചറിയുക, അവയെക്കുറിച്ച് ചർച്ച ചെയ്യുക, അവ എഴുതുക, അവലോകനം ചെയ്യുക. ചർച്ച ചെയ്ത് തയ്യാറാക്കുന്ന ഈ രേഖകൾ നമ്മുടെ ആ കാലഘട്ടത്തെ പറ്റിയുള്ള ആഗ്രഹങ്ങളും നിർദ്ദേശങ്ങളും ഏതാണ്ട് പൂർണ്ണ രൂപത്തിൽ പ്രാവർത്തികമാക്കും. വിപുലമായ പരിചരണ ആസൂത്രണം എന്നത് ജീവിതാവസാനം മാത്രമല്ല, ഭാവി എന്തു തന്നെയായാലും നിങ്ങളുടെ നിബന്ധനകൾക്കനുസൃതമായി നിങ്ങളുടെ ജീവിതം തുടരുന്നുവെന്നത് ഉറപ്പാക്കുകയാണ്.